NSE സെക്കൻഡ് ട്രേഡിംഗ് ഏപ്രിൽ 11 മുതൽ. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഗ്ലോബൽ മാർക്കറ്റ് സൂചന. US-ഇറാൻ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ ജാഗ്രതയോടെ നിരീക്ഷണത്തിലാണ്. ഓയിൽ വിലയും ജിയോ പൊളിറ്റിക്കൽ സാഹചര്യവും ഇന്നത്തെ ഇന്ത്യൻ ഓപ്പണിംഗിനെ സ്വാധീനിക്കും. ഇന്ത്യൻ മാർക്കറ്റ് പ്രതീക്ഷ. ഇന്നലെ സെൻസെക്സ് 7,73,000-ലധികം പോയിന്റുകൾ ഉയർന്നു. നിഫ്റ്റി 23,980 തലത്തിലെത്തി. അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചകളുടെ പ്രതീക്ഷയിൽ വിപണി ഉണർവോടെ തുടരുന്നു. ഇന്ന് ഓപ്പണിംഗ് പോസിറ്റീവാകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ-അമേരിക്ക സംഭാഷണങ്ങൾക്ക് മുന്നോടിയായി ഏഷ്യൻ മാർക്കറ്റുകൾ ഉയർന്നു. ശനിയാഴ്ച നടക്കുന്ന അമേരിക്ക-ഇറാൻ സംഭാഷണങ്ങൾക്ക് മുന്നോടിയായി ഏഷ്യൻ ഓഹരികൾ ഉയർന്നു. ഹോർമുസ് കടൽത്തീരത്തിലെ സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്ഷേപകർ. ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ എത്തിയ ശേഷം ചെറുതായി താഴ്ന്നു. TCS 4ാം പാദ ലാഭം 12% വർദ്ധിച്ചു. ടാറ്റ് ടെക്നോളജി കൺസൾട്ടൻസി സർവീസസിന്റെ 4ാം പാദ നികുതിക്ക് ശേഷമുള്ള ലാഭം 14,718 കോടി രൂപയായി. ഡിവിഡൻഡായി 31 രൂപയും പ്രഖ്യാപിച്ചു. IT മേഖലയ്ക്ക് നല്ല സൂചന. ക്രൂഡ് ഓയിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുന്നു. ബ്രെന്റ് ക്രൂഡ് $198 തലത്തിലെത്തിയ ശേഷം ചെറുതായി തണുത്തു. ഇറാൻ സംഘർഷം കാരണം ഹോർമുസ് കടൽത്തീരത്തിലെ അസ്ഥിരത വിലയെ ബാധിക്കുന്നു. ഇന്ത്യ പോലുള്ള ഇറക്കുമതി ആശ്രയ രാജ്യങ്ങൾക്ക് വെല്ലുവിളി. മെർസഡസ് ബെൻസ് ഇന്ത്യ വിൽപ്പന 2% ഉയർന്നു. മെർസഡസ് ബെൻസ് ഇന്ത്യ കമ്പനി സാമ്പത്തിക വർഷം 5,93,000 യൂണിറ്റുകൾ വിറ്റു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2% വളർച്ച. ലക്ഷറി കാർ മാർക്കറ്റിൽ തുടരുന്ന ഡിമാൻഡ് കാണിക്കുന്നു. വോൾക്സ് വാഗൻ ഇന്ത്യ പുതിയ കാർ ഓരോ ക്വാർട്ടറിലും അവതരിപ്പിക്കും. വോൾക്സ് വാഗൻ ഇന്ത്യ ഓരോ 3 മാസത്തിലും ഒരു പുതിയ മോഡൽ അവതരിപ്പിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. വോള്യം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണിത്. HPCL രാജസ്ഥാൻ റിഫൈനറി പ്രോജക്റ്റ് ചെലവ് 7,94,059 കോടിയായി പുനർനിർണയം. ക്യാബിനറ്റ് 7,94,059 കോടി രൂപയായി ചെലവ് പുനർനിർണയിച്ചു. റിഫൈനറി പ്രോജക്റ്റിന്റെ വികസനം വേഗത്തിലാക്കാൻ ലക്ഷ്യമിടുന്നു. NSE നാനോ സെക്കൻഡ് ട്രേഡിംഗ് ഏപ്രിൽ 11 മുതൽ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏപ്രിൽ 11 മുതൽ ഇക്വിറ്റി ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ നാനോ സെക്കൻഡ് ലെവൽ ട്രേഡിംഗ് ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ട്രേഡിംഗ് സിസ്റ്റങ്ങളിലൊന്നാകും ഇത്. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. Have a nice day.